മന്ദമാരുതന്റെ തലോടലേറ്റ് നൃത്തമാടുന്ന നെൽവയലുകളും തിങ്ങി നിറഞ്ഞ തെങ്ങിൻ തോപ്പുകളും ചിലങ്കയണിഞ്ഞ കൊച്ചരുവികളും മനോഹരമായ കുന്നുകളും നിറഞ്ഞ മുളവൂർ ഗ്രാമത്തിന്റെ നെറുകയിൽ ചാർത്തിയ പൊൻ തൂവലത്രേ മിലാദെ ഷെരീഫ് മെമ്മോറിയൽ സ്കൂൾ. വിജ്ഞാനദാഹിയും മനുഷ്യസ്നേഹിയുമായിരുന്ന ശ്രീ പി കെ ഹസൻ എന്ന വ്യക്തി 1968 ആരംഭിച്ചതാണ് ഈ വിദ്യാലയം. 2000 ഓഗസ്റ്റ് 2-ാം തീയതി ശ്രീ ഇബ്രാഹിം മൈദീൻ മുളാട്ട് ചെയർമാനും ശ്രീ എം സീതി ജനറൽ സെക്രട്ടറിയും ശ്രീ എം കുഞ്ഞുമുഹമ്മദ് വൈസ് ചെയർമാനും ശ്രീ എം യൂസഫ്, ശ്രീ എം അലി, ശ്രീ എം സലീം എന്നിവർ മാനേജിംഗ് ട്രസ്റ്റിയുമായുള്ള പുതിയ മാനേജ്മെന്റ് പ്രവർത്തനം ആരംഭിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിലെ നൂതന ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പുതിയ മാനേജ്മെന്റ് കാലത്തിന്റെ വെല്ലുവിളികളോടും പ്രതിസന്ധികളോടും തരണം ചെയ്ത് വിജയത്തിന്റെ പടവുകൾ തീർത്തു. ഇന്ന് LKG മുതൽ 4-ാം ക്ലാസ് വരെ 800-ൽ പരം വിദ്യാർത്ഥികളും അധ്യാപകരും പ്രീ പ്രൈമറി അധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫുകളും നിറഞ്ഞു നിൽക്കുന്ന ഈ വിദ്യാലയം എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ചതും വലിയതുമായ വിദ്യാലയങ്ങളിൽ ഒന്നായി വളർന്നിരിക്കുന്നു. ദീർഘകാലം മാനേജർ സ്ഥാനം വഹിക്കുകയും ഈ സ്ഥാപനത്തെ വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത ശ്രീ എം സീതി മുളാട്ടിന് ശേഷം പുതിയ മാനേജർ ശ്രീ എം യൂസഫ് സാരഥ്യം ഏറ്റെടുത്തു. 2007-ൽ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന ശ്രീമതി വിലാസിനി ടീച്ചറുടെ സ്ഥാനത്തേക്ക് പുതിയ ഹെഡ് മിസ്ട്രസായി ശ്രീമതി EM സൽമത്ത് സ്ഥാനമേൽക്കുകയും സ്കൂളിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന എയ്ഡഡ് സ്കൂളിന് നൽകുന്ന റെയിൻബോ അവാർഡ് തുടർച്ചയായി 2-ാം വർഷവും നമ്മുടെ വിദ്യാലയം കരസ്ഥമാക്കി. പ്രവേശനോത്സവം കുഞ്ഞിന്റെ പ്രഥമ ഗുരുവെന്ന് നാം വിശേഷിപ്പിക്കാറുള്ള മാതാവിന്റെ കാൽച്ചുവട് വിട്ട് വിദ്യാലയ അന്തരീക്ഷത്തിലേക്ക് കൂടുമാറുന്ന കുരുന്നുകളുടെ വിങ്ങലും തേങ്ങലും നിറച്ചിരിയും നിഷ്കളങ്ക ഭാവവും കൂടെ നിസ്സഹായാവസ്ഥയും ഒത്തിണങ്ങിയ ദിനമായിരുന്നു നവാഗതരുടെ പ്രവേശനോത്സവം. ദിനപ്രാധാന്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി വിവിധ ദിനാചരണങ്ങൾ. ഭൂമിക്കൊരു കുടയായി. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിയും സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈകൾ നട്ടും പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടുള്ള റാലി നടത്തി കുട്ടികളിൽ പരിസ്ഥിതി സംരക്ഷണ അവബോധം വളർത്തി.